നമസ്കാരം. മെറിറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ ബാക്കിയുള്ള പാഠഭാഗങ്ങളായിരുന്നു. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. എന്തൊക്കെയായിരുന്നു ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ആഗോളതാപനത്തെ കുറിച്ചും, വൃക്ഷങ്ങൾ എങ്ങനെയാണ് നമ്മളെ ഈ ആഗോളതാപനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നത് എന്നും, എങ്ങനെയാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ബാലൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിലനിർത്തുന്നതെന്നും ഒക്കെ നമ്മൾ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ പറഞ്ഞില്ലേ, വൃക്ഷങ്ങളാണ് അല്ലെങ്കിൽ ചെടികളാണ് നമ്മുടെ ഈ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഈ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണ് എന്തെന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ഈ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴിയാണ് നമ്മുടെ പ്ലാന്റ്സ് ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവര് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് തരുന്നത്. നമ്മളത് കൊണ്ടുപോയി കിച്ചണിൽ കൊണ്ടുപോയി കുക്ക് ചെയ്ത് കഴിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്ലാന്റ്സ് തന്നെയാണ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ഫോട്ടോസിന്തസിസ്, ഫോട്ടോസിന്തസിസിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഘട്ടങ്ങളാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോട്ടോസിന്തസിസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് പറയുന്ന കാര്യമാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിത കണം. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം. ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹരിത കണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ എല്ലാം പണ്ടുതൊട്ടേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, പച്ച നിറമുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇലകളിലാണ് ആഹാരം പാകം ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലകളിൽ മാത്രമല്ല, സസ്യത്തിന് പച്ച നിറമുള്ള ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ഈ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിത കണം പ്രസന്റ് ആണ്. അവിടെ എല്ലാം എന്ത് നടക്കുന്നുണ്ട്, ഫുഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഫിനോമിനൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ ഹരിത കണം എന്ന് പറയുന്നത് ഒരു ഡബിൾ മെമ്പറേനിയസ് ആണ് അല്ലെങ്കിൽ ഇരട്ട സ്ഥലമുള്ളതാണ്. രണ്ട് കവറിംഗ് ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ സെല്ലിന്റെ സ്ട്രക്ചർ ഒക്കെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുമ്പോഴത്തേക്ക് നമ്മൾ സെൽ മെമ്പറൈൻ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടില്ല. അതുപോലെ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശാംഗത്തിന് ഡബിൾ മെമ്പറേനിയസ് ആണ് അല്ലെങ്കിൽ ഇരട്ട സ്ഥലത്തിനാൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നതാണ് ആര്, ക്ലോറോപ്ലാസ്റ്റിന്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഡബിൾ മെമ്പറേനിയസ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറെ ഡോട്ടഡ് ലൈൻസ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ ഫ്ലൂയിഡ് പാർട്ടാണ്, ദ്രാവക ഭാഗമാണ്. ഹരിത കണത്തിനുള്ളിലെ ദ്രാവക ഭാഗം അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ട് ഇൻ ക്ലോറോപ്ലാസ്റ്റ്, അതാണ് എന്തെന്ന് വിളിക്കുന്നത് സ്ട്രോമ. ഓക്കെ, സ്ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ ദ്രാവക ഭാഗം അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രോമ എന്ന് വിളിക്കുന്നത്. അടുത്തത് കണ്ടോ, നമ്മുടെ കോയിൻസ് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ടോ ഇവിടെയൊക്കെ. നമ്മുടെ ടെക്സ്റ്റിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ക്ലാരിറ്റി ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോയിൻസ് നമ്മളിങ്ങനെ നാണയത്തുട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കത്തില്ലേ, അതുപോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാന, പാക്ക് ഓഫ് മെമ്പറേനിയസ് സാക്സ്. അതാണ് എന്ന് പറയുന്നത് ഗ്രാന. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹരിത കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മെമ്പറേനിയസ് ആണ് അല്ലെങ്കിൽ ഇരട്ട സ്ഥലമുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഫ്ലൂയിഡ് പാർട്ട് കാണപ്പെടുന്നു. ഈ ഡബിൾ മെമ്പറേനിയസ്, ഈ ഇരട്ട സ്ഥലത്തിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് പാർട്ടിനെ അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രോമ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് പാക്ക് ഓഫ് മെമ്പറേനിയസ് സാക്സ്. സ്ഥലങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ളതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാന എന്ന് പറയുന്നത്. ഈ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്. പിന്നെ നമ്മുടെ ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വര വരച്ചിരുന്നോ, ഇതിനെ നമ്മുടെ സ്ട്രോമാ ലാമെൽ എന്ന് വിളിക്കും. ഓക്കെ, ഇതിനെ കുറിച്ച് ഈ സ്ട്രോമാ ലാമെലിനെ കുറിച്ച് ടെക്സ്റ്റില് പറഞ്ഞിട്ടില്ല. അപ്പോ ഡബിൾ മെമ്പറേനിയസ് ആണ് സ്ട്രോമ എന്ന് പറയുന്നതാണ്, ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറയുന്നത് മെമ്പറേനിയസ് സാക്സ് ആണ് എന്ന് പറയുന്നത് ഗ്രാന എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഗ്രാനയും സ്ട്രോമയും ഫോട്ടോസിന്തസിസിൽ വളരെ നന്നായിട്ട് പങ്കുവഹിക്കും.
നമ്മുടെ ഈ ഗ്രാന എന്ന് പറയുന്ന പാക്ക് ഓഫ് മെമ്പറേനിയസ് സാക്സ് എന്ന് നമ്മൾ പറയുന്നത്, ഈ ഗ്രാനയ്ക്കുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റ്സ് അല്ലെങ്കിൽ വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. അപ്പോ നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. നമ്മളിപ്പോ ക്ലോറോപ്ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ ക്ലോറോപ്ലാസ്റ്റ് അല്ല, ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർണ്ണകമാണ്. അതായത് ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം എന്ന് പറയുന്നത്. ഹരിത കണത്തിനുള്ളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് എന്ത്? ഹരിതകം എന്ന് പറയുന്നത്. അപ്പൊ പച്ച കളറാണ്. ഇതെല്ലാം നമ്മൾ പണ്ടോട്ടേ കേട്ടിട്ടുള്ള കാര്യം. അപ്പൊ ഗ്രാനയ്ക്കുള്ളിൽ എന്താണ്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പിഗ്മെന്റ്സ് കാണപ്പെടുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിൻ. അപ്പൊ ഗ്രാനയ്ക്കുള്ളിൽ ആരൊക്കെ കാണപ്പെടുന്നുണ്ട്? ക്ലോറോഫിൽ എ കാണപ്പെടുന്നുണ്ട്, ക്ലോറോഫിൽ ബി കാണപ്പെടുന്നുണ്ട്, സാന്തോഫിൽ കാണപ്പെടുന്നുണ്ട്, കരോട്ടിൻ കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വർണ്ണകങ്ങളുടെ എല്ലാം പേര് എന്താണ്? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. എന്ത് കളറാണ് ഇത് തരുന്നത് എന്നൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിലോ മറ്റോ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്താണ് ഈ ഗ്രാനയ്ക്കുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും സാന്തോഫിലും കരോട്ടിനും കാണപ്പെടുന്നത്. അപ്പൊ ഈ നമ്മുടെ ഈ ക്ലോറോഫിൽ എക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ, ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിനെ മെയിൻ പിഗ്മെന്റ് എന്നോ അല്ലെങ്കിൽ മുഖ്യ വർണ്ണകം എന്നൊക്കെ വിളിക്കും. എന്താണ്? ക്ലോറോഫിലേക്ക് ഗ്രാനയ്ക്കുള്ളിൽ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന 4 തരം വർണ്ണകങ്ങൾ അല്ലെങ്കിൽ പിഗ്മെന്റ്സ് കാണപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിൻ. ഈ 4 വർണ്ണവസ്തുക്കൾ കാണപ്പെടുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിനകത്ത്? ക്ലോറോഫിൽ എക്ക് മാത്രമേ എന്ത് ചെയ്യാനുള്ള കഴിവുള്ളൂ? പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ, ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോസിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? ക്ലോറോഫിൽ എക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ക്ലോറോഫിൽ ബിയും സാന്തോഫിലും കരോട്ടിനും എന്ത് ചെയ്യുന്നുള്ളൂ? ഇതിനെ ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ ജസ്റ്റ് സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ എന്ത് വിളിക്കുന്നത്? സഹായക വർണ്ണങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 വേർഡോ മറ്റോ ചോദിക്കാൻ അല്ലെങ്കിൽ 2 മാർക്കിനോ മറ്റോ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആക്സസറി പിഗ്മെന്റ്സ്? എക്സാമ്പിൾ ചെയ്തു. ഇപ്പൊ എന്താണ് ആക്സസറി പിഗ്മെന്റ്സ്? ഗ്രാനയ്ക്കുള്ളിൽ കാണപ്പെടുന്ന 4 തരം വർണ്ണകങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിൻ. പക്ഷെ ഇതിൽ എന്താണ്? ക്ലോറോഫിൽ എക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോസിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. നേരിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ക്ലോറോഫിൽ എക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ക്ലോറോഫിൽ ബിയും സാന്തോഫിലും കരോട്ടിനും എന്ത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ? ഈ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവയെ എന്ത് വിളിക്കുന്നു? സഹായക വർണ്ണങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ്. ഏതൊക്കെയാണ് സഹായക വർണ്ണങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിൻ. അപ്പൊ ഇത്രയും ഓക്കെ ആയല്ലോ. ഒന്നുകൂടി പറയാം. നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് ഇത് പഠിച്ചത്. ക്ലോറോപ്ലാസ്റ്റിനുള്ളിലാണ് ക്ലോറോഫിൽ കാണപ്പെടുന്നത്. ഹരിത കണത്തിനുള്ളിലാണ് ഹരിതകം കാണപ്പെടുന്നത്. അപ്പൊ ഈ ഹരിത കണത്തിന്റെ തന്നെ ഗ്രാനയിലാണ് ഹരിതകം കാണപ്പെടുന്നത്. അപ്പോ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡബിൾ മെംബ്രേനിയസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇരട്ട സ്തരമുള്ള ഒരു കോശാംഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലെ ഈ ഇരട്ട സ്ഥലത്തിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന ഈ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ ദ്രാവക ഭാഗത്തെയാണ് നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുന്നത്. ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ എന്ന് വിളിക്കുന്നത്. പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സിനെയാണ് നമ്മൾ ഗ്രാന എന്ന് വിളിക്കുന്നത്. ഗ്രാനയ്ക്കുള്ളിൽ 4 തരം പിഗ്മെന്റുകൾ കാണപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിൻ. ഇതിനകത്ത് ക്ലോറോഫിൽ എ മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? ബാക്കിയുള്ള പിഗ്മെന്റ്സ് ക്ലോറോഫിൽ ബിയും സാന്തോഫിലും കരോട്ടിനും എന്താണ്? അവയെ സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? സഹായക വർണ്ണങ്ങൾ അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലെ രസതന്ത്രം. ഓക്കെ, എന്താണ് ബയോളജിക്കുള്ളിലും കെമിസ്ട്രി ഉണ്ട്. എന്താണ് പ്രകാശ സംശ്ലേഷണത്തിനുള്ളിൽ എന്താണ്, എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണത്തിൽ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിൽ കെമിസ്ട്രി വരുന്നത് എന്നുള്ള പോർഷനാണ് അടുത്തത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് വാട്ടറിനെ നമ്മൾ കെമിസ്ട്രിയിൽ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? H2O. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും, 2 ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, നമുക്ക്
എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്നിനെ നമ്മൾ ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടം എന്നും രണ്ടാമത്തതിനെ നമ്മൾ ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം എന്നും വിളിക്കും. ഓക്കെ, ലൈറ്റ് ഫേസ് ഡാർക്ക് ഫേസ് നടന്നു പോകരുത്. പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. അപ്പോ ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസ് പ്രിപ്പറേഷൻ ആണ്. ഗ്ലൂക്കോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ATP അല്ലേ, ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആക്കി സൂക്ഷിച്ചു വെച്ച ATP ഉണ്ട്. ആ ATP ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ ഹൈഡ്രജൻ, നമ്മുടെ നേരത്തെ ലൈറ്റ് ഫേസ് വഴി സ്റ്റോർ ചെയ്ത് വെച്ച ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. ലൈറ്റ് എനർജി യൂസ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. പ്രകാശ സംശ്ലേഷണത്തിനെ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിനുള്ളിലെ 2 ഘട്ടങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഏതൊക്കെയാണ് 2 ഘട്ടങ്ങൾ? ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശ ഘട്ടവും ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടവും. ഓക്കെ, ഈ ലൈറ്റ് ഫേസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഗ്രാനിക്കുള്ളിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. ഡാർക്ക് ഫേസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സ്ട്രോമയ്ക്കുള്ളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പ്രകാശം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടം. ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടത്തിന് എന്താവശ്യമില്ല? പ്രകാശത്തിന്റെ ആവശ്യമില്ല. അടുത്തത് എന്താണ്? ലൈറ്റ് ഫേസിൽ അല്ലെങ്കിൽ പ്രകാശഘട്ടത്തിൽ നടക്കുന്ന രണ്ടാമത്തെ പ്രവർത്തനം, നമ്മൾ വേര് വലിച്ചെടുക്കുന്ന സൈലത്തിൽ കൂടി വലിച്ചെടുക്കുന്ന വെള്ളത്തിനെ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റപ്പ് ചെയ്ത് ഹൈഡ്രജനായും ഓക്സിജനാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ റിലീസ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ്? ഹൈഡ്രജനെ ഡാർക്ക് ഫേസിന് വേണ്ടി സ്ട്രോമയിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അടുത്ത പ്രവർത്തനം എന്താണ്? നമ്മുടെ പ്രകാശോർജത്തെ അല്ലെങ്കിൽ ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്ത് ATP ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇത് 3 കാര്യങ്ങളാണ് ലൈറ്റ് ഫേസിൽ അല്ലെങ്കിൽ പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്. ഇനി ഡാർക്ക് ഫേസിൽ ഒരു ഒറ്റ ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. എന്താണ്? ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ മാത്രമേ എന്താണ് അവിടെ നടക്കുന്നുള്ളൂ. ലൈറ്റ് എനർജി ആവശ്യമില്ല. ഈ ഗ്ലൂക്കോസ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ATPയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തുകൊണ്ട്? എനർജി ഉണ്ട്. ഈ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്താണ്? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിന്റെ 2 ഘട്ടങ്ങളും ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടനയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.